എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഡിസൈനിങ് പഠിക്കുന്നത്. യൂട്യൂബ് നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പോസിബിലിറ്റീസ് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ കുറേ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസൈൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രോസസ്സ് ലൈക്ക് അവർ കോഴ്സിന് ജോയിൻ ചെയ്തത് തൊട്ട് അവർക്ക് ഉണ്ടാവുന്ന കുറച്ചധികം എക്സ്പീരിയൻസുകളുണ്ട്. നമ്മൾ യൂട്യൂബിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഒരാളപ്പുറത്ത് നിന്നിട്ട് ഒരു കണ്ടന്റ് രൂപത്തിലാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ നമ്മൾ മോഡ്യൂൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു സ്റ്റുഡൻറ്റിന് ആ പ്രോജക്റ്റ് ചെയ്തിട്ട് അവർ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ജോബിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ആയിട്ടായിരിക്കും അവരെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക. അവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക ആൻഡ് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇരുന്നിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷനിലൂടെ പോവാന്നുള്ളത് ആൻഡ് അതേപോലെ തന്നെ മെന്റേഴ്സിന്റെ ഫീഡ്ബാക്കും ആൻഡ് കറക്ഷൻസിലൂടെയും ഒരു പ്രോജക്റ്റിന് കിട്ടുന്ന കുറച്ചധികം ബെനിഫിറ്റുകളുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം അഡ്വാൻറ്റേജുകളുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്ലിയർ കട്ടായിട്ട് കിട്ടണം എന്നില്ല. നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളെ കണ്ടന്റ് കേൾക്കുക ആൻഡ് അതുപോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ടേക്ക് നമ്മളെ തോട്ട് പ്രോസസ്സിനെയോ നമ്മളെ കൂടെയുള്ള ആൾക്കാരെ ഐഡിയാസ് ഷെയർ ചെയ്യാനോ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം എന്നില്ല. ആൻഡ് അവിടെയാണ് ഡിസൈൻ സ്കൂളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരുപാട് എക്സ്പീരിയൻസ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ജസ്റ്റ് ജോയിൻ അവർ ഡിസൈൻ കമ്മ്യൂണിറ്റി.